ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻകിടാവേ ഉറക്കമായോ ഇളമാൻകിടാവേ ഉറക്കമായോ. എല്ലാരും ഉറങ്ങി. ആരാ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത്? ചുണയുണ്ടെങ്കിൽ മുമ്പോട്ട് വാടാ. നീ വരില്ല, വരാനുള്ള ചങ്കൂറ്റമില്ല. എടാ, കോട്ടപ്പുറം മഹാദേവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചിരിക്കാൻ ഒരു പട്ടിയില്ലടാ. മഹാദേവ, പട്ടിയും പൂച്ച ഒന്നും അല്ല എന്റെ മഹാദേവ, ഗേറ്റിന്റെ കൊളുത്താ. കള്ളു വയറ്റിൽ കിടന്നോണ്ടുള്ള ഓരോ തോന്നിപ്പിക്കലേ. സോറി മദർ, വല്ല അനിമൽസും ഫോളോ ചെയ്യണമെന്ന് തെറ്റിദ്ധരിച്ചു. താങ്ക് യു മദർ, താങ്ക് യു. അമ്മയില്ലാതൊരു ദൈവമില്ല. ചേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ, ഇരുന്ന് തൂങ്ങാതെ ചോറുന്ന്. ചന്ദ്രികേ, എന്താ ഇത്? അയല വറുത്തത്. മീനോ? മത്സ്യമാംസം തൊടാത്ത കോട്ടപ്പുറത്ത് വീട്ടിൽ ആരാണ് മീൻ വെച്ചത്? അത് ചോദിച്ചിട്ടല്ല ബാക്കി കാര്യം. പതുക്കെ, മീനും ഇറച്ചിയും ഇല്ലാതെ ചോറ് തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലാന്ന് ചേട്ടനല്ലേ പറയാറ്. അതുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തിന്ന് വിളിക്കാൻ പോയപ്പോ ആരും കാണാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ മനുഷ്യ. എന്തിനായിട്ടാ കരയുന്നേ? ചന്ദ്രിക, എന്റെ ചന്ദ്രിക, നീ മാത്രമാണ് എന്റെ ചന്ദ്രിക. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ചന്ദ്രി. എന്നോട് ഇത്ര മാത്രം സ്നേഹം നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചന്ദ്രി. എങ്കിലും ചന്ദ്രി, എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ. കരഞ്ഞത് മതിയെ, ആഹാരം കഴിക്ക. ചന്ദ്രി, നമ്മുടെ ഒരു മോനോടെ പോയി. നമ്മുടെ മക്കൾ 3 പേര് വലിയ കിടന്നുറങ്ങുന്നേ. 3? എന്താ ചന്ദ്രി പറയുന്നത്? നമുക്ക് 4 മക്കളില്ലേ? നിങ്ങൾ എന്താ അനാവശ്യമോ മനുഷ്യ പറയുന്നേ? ചന്ദ്രി, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറ. നമുക്ക് മൊത്തം 4 മക്കളാ. എന്റെ ഈശ്വര, കുടിച്ചേച്ച് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം പോലും അറിയാൻ പാടില്ലെന്നായോ? എനിക്ക് വയ്യ ഇയാടെ കൂടെ. ചന്ദ്രി, ഞാൻ എണ്ണാം, നോക്കിക്കോ. 1 2 3 1 2 3. അയ്യോ, 1